മുഖ്യമന്ത്രി പിണറായി വിജയന് വാഴ്ത്തുപാട്ട് എഴുതിയതിൽ വിശദീകരണവുമായി കവി പൂവത്തൂർ ചിത്രസേനൻ. മാധ്യമങ്ങളടക്കം എല്ലാവരും സഖാവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ ആരെങ്കിലും ഒരാൾ പുകഴ്ത്താൻ വേണ്ടേ എന്നതിനാലാണ് ഗാനം രചിച്ചതെന്ന് കവി പൂവത്തൂർ ചിത്രസേനൻ പ്രതികരിച്ചു. സെക്രട്ടേറിയറ്റിലെ ഭരണപക്ഷാനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനായിട്ടാണ് ഗാനം പൂവത്തൂർ ചിത്രസേനൻ ഒരുക്കിയത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ഹണിയാണ് ഇത് എഴുതാൻ ആവശ്യപ്പെട്ടതെന്നും ചിത്രസേനൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 3 മണിക്കൂർ കൊണ്ടാണ് എഴുതിയത്. വെള്ളത്തിലെ തിര കണക്കെ വരികൾ ഇങ്ങനെ വരികയായിരുന്നു. ഒരു കോഴിക്ക് മുട്ടയിടണമെന്ന് തോന്നിയാൽ അത് എവിടെയെങ്കിലും പോയി മുട്ടയിടും. അതുപോലെ എനിക്ക് കവിത എഴുതണമെന്ന് തോന്നിയാൽ ഏത് ആൾക്കൂട്ടത്തിൽ വെച്ചാണെങ്കിലും അത് എഴുതുമെന്ന് പൊതുഭരണ വകുപ്പിൽ ക്ലറിക്കൽ അസിസ്റ്റന്റായി വിരമിച്ച ചിത്രസേനൻ പറയുന്നു. കേരളത്തിലെ എല്ലാ അശരണരെയും താങ്ങി നിർത്തുന്ന ഭരണാധികാരിയാണ് പിണറായി വിജയൻ. എൻ്റെ ഒരു കടമയായിട്ടാണ് ഞാൻ ഗാനം എഴുതിയത്. പുകഴ്ത്തലായിട്ട് മറ്റുള്ളവർക്ക് തോന്നാം, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് വരികളിലുള്ളത്. വിപ്ലവാത്മകമായ ഗാനമാവണം എന്നായിരുന്നു നിർദ്ദേശം. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും വീട്ടിൽ അച്ഛൻ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ നമ്മളെയൊക്കെ നോക്കുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു ഗാനം എഴുതിയില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു കവിയായി നടന്നിട്ട് എന്ത് കാര്യം? കളിയാക്കലുകൾ കാര്യമാക്കുന്നില്ല. സ്തുതിഗാനമായിട്ടല്ല എഴുതിയത്. എൻ്റെ അച്ഛൻ 3 മഹാകാവ്യം എഴുതിയിട്ടുണ്ട്. അച്ഛനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഞാൻ അറിയാതെ കവിത എഴുതി പോകും. സമരധീര നായകനാണ് പിണറായി വിജയൻ. അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ഒരു വരി എഴുതിയതിൽ എന്താണ് തെറ്റ്? മുഖ്യമന്ത്രി വാഴ്ത്തുന്ന ഗാനം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല, പക്ഷേ അതിൽ വിപ്ലവാത്മകമായ കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. എത്ര കളിയാക്കലുകൾ വന്നാലും പ്രശ്നമില്ല. ഞാൻ എഴുതാനുള്ളത് എഴുതി. മുഖ്യമന്ത്രി പാട്ടിനെ അഭിനന്ദിച്ചത് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പാട്ട് മുഖ്യമന്ത്രിയെ പാടി കേൾപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ എന്നും ചിത്രസേനൻ പറഞ്ഞു. പാട്ട് ഹിറ്റാവാൻ കാരണം അത് ജീവിതമാണ്. മനുഷ്യരെ ഒരു ഭരണാധികാരി എങ്ങനെ സംരക്ഷിച്ചു നിർത്തണം എന്നതിന് മാതൃക കാണിക്കുന്ന ഭരണാധികാരിയെ പറ്റി എഴുതുക മാത്രമാണ് ഞാൻ ചെയ്തത്. ആദ്യം കേകാവൃത്തത്തിൽ എഴുതി, അതിന് ഉയിര് പോരെന്ന് തോന്നി, അപ്പോൾ മാറ്റി എഴുതി. ഇപ്പോൾ അതിന്റെ ഉയിർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി സഖാവ് കൂടി ഇതേക്കുറിച്ച് പറഞ്ഞു. എല്ലാവരും സഖാവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ ആരെങ്കിലും ഒരാൾ പുകഴ്ത്താൻ വേണ്ടേ എന്നാണ് പാട്ടിനെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചത്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ്. ഒരു ചിത്രത്തിൽ എന്ന പോലെ പിണറായിയുടെ ഭരണം ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ജനങ്ങളുടെ ഇല്ലായ്മകളും വല്ലായ്മകളും എന്തെന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കുന്ന ഭരണാധികാരി വേറെ ആരുണ്ടായിട്ടുണ്ട്? നല്ലൊരു വ്യക്തിയെ പുകഴ്ത്തുന്നതിൽ എന്താണ് പ്രശ്നം? എന്തിനാണ് വിമർശിക്കുന്നത്? കാലവർഷക്കെടുതിയിൽ ദുരിതം അനുഭവിച്ചവരെ പാർട്ടി നോക്കിയാണോ പിണറായി സഖാവ് സഹായിച്ചത്? അല്ലല്ലോ. മുഖ്യമന്ത്രി എന്നത് നമ്മുടെ കാരണവരാണ്, സംരക്ഷകനാണെന്ന് ചിത്രസേനൻ വിശദീകരിച്ചു. അതേസമയം പൊതുഭരണ വകുപ്പിൽ ക്ലറിക്കൽ അസിസ്റ്റന്റായി വിരമിച്ച ചിത്രസേനനെ ധനമന്ത്രിയുടെ ഓഫീസിൽ സ്പെഷ്യൽ മെസഞ്ചറായി ദിവസവേതന അടിസ്ഥാനത്തിൽ പുനർനിയമനം നൽകിയതും വിവാദമായിട്ടുണ്ട്. എന്നാൽ തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് 100 പേർ ആലപിക്കുന്ന ഗാനത്തെ തള്ളിപ്പറയാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. താൻ പാട്ട് കേട്ടില്ലെന്നും വാർത്ത ശ്രദ്ധയിൽപ്പെട്ടെന്നും പറഞ്ഞ മുഖ്യമന്ത്രി വല്ലാതെ അധിക്ഷേപിക്കുമ്പോൾ ലേശം പുകഴ്ത്തൽ വന്നാൽ നിങ്ങൾ അസ്വസ്ഥമാകുന്നത് തനിക്കറിയാമെന്നാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. സകലമാന കുറ്റങ്ങളും തന്റെ ചുമലിൽ ചാർത്താൻ ശ്രമിക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ വലിയ വിഷമമുണ്ടാകും. വലിയ എതിർപ്പുകൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെയൊന്നും ഭാഗമല്ലാതെ ഒരു കൂട്ടർ നിലപാടെടുക്കുന്നത് കാണണം. തങ്ങളാരും വ്യക്തിപൂജയ്ക്ക് നിന്നു കൊടുക്കുന്നവരല്ല. വ്യക്തിപൂജയിലൂടെ കാര്യങ്ങൾ നേടാൻ ഈ പാർട്ടിയിൽ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മുഖ്യമന്ത്രിയെ ചെമ്പടയുടെ കാവലാളായും പടയുടെ നടുവിൽ പടനായകനായും ഫീനിക്സ് പക്ഷിയുമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. കാവലാൾ എന്ന തലക്കെട്ടിൽ ചിത്രസേനൻ ഒരുക്കിയ വരികൾക്ക് സംഗീതം നൽകിയത് നിയമവകുപ്പ് ജീവനക്കാരാണ്. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി വേദിയിലിരുത്തി 100 വനിതാ ജീവനക്കാർ പാടാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ വാഴ്ത്തുപാട്ട് വിവാദമായതോടെ ഇതിന് മാറ്റം വരുത്തി. മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് പാടാനായിരുന്നു നീക്കം. എന്നാൽ ഗാനം ആലപിച്ചു തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി. വേദിയിൽ മുഖ്യമന്ത്രി ഇരിക്കെ ഗാനാലാപനം തുടരുകയും ചെയ്തു. അസോസിയേഷനിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണയുള്ള പ്രസിഡന്റ് ഹണിയുടെ നേതൃത്വത്തിലാണ് സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നത്. 3 വർഷം മുമ്പ് CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് പാറശാലയിൽ പിണറായി സ്തുതിയുമായി മെഗാ തിരുവാതിര അവതരിപ്പിച്ചതും വിവാദമായിരുന്നു.